ഹലോ ഗൈസ്, പുതുതായിട്ടൊരു കണ്ടന്റ് ക്രിയേറ്ററോ ഇൻഫ്ലുവൻസറോ ആവാൻ താല്പര്യമുള്ളവരാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനം ഒരു ഓഡിയോ ഗിയർ ആണ്. ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഓഡിയോ ഗിയർ നോക്കുന്നതാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഹോളിലൻഡ് ലാർക്ക് M2 ആണ്. ഇതിൻ്റെ അൺബോക്സിങ്ങും പരിപാടിയൊക്കെ ഞാൻ ഓൾറെഡി ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് തുറക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ആദ്യമേ വരുന്നത് ഇതിൻ്റെ ഒരു ഗൈഡ് ബുക്കാണ്. ഇതിനകത്ത് സ്റ്റിക്കറും പരിപാടികളും പിന്നെ ഇതിൻ്റെ ഒരു വാറണ്ടി കാർഡ് വരുന്നുണ്ട്. ആൻഡ് ഇതിൽ എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ള ഒരു യൂസർ മാനുവലും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിൽ മാറ്റി വെച്ച് അതിൻ്റെ മെയിനായിട്ട് വരുന്ന സാധനം ഇതിൻ്റെ ചാർജിങ് കേസാണ്. ഇത് ഒരു അത്യാവശ്യം സോളിഡ് ബിൽഡ് ആൻഡ് ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ്. തറയിൽ വീണതിന് വലിയ പ്രശ്നമൊന്നും വരത്തില്ല. കാരണം പ്ലാസ്റ്റിക് ബോഡി ആണെങ്കിൽ പോലും സോളിഡാണിത്. ആൻഡ് ഇതിനൊരു 1800 mAh ബാറ്ററി വരുന്നുണ്ട്. 40 മണിക്കൂറാണ് കമ്പനി ഇതിന് ടോട്ടൽ പ്ലേ ബാക്ക് പറയുന്നത്, ബാക്കപ്പ് പറയുന്നത്. അതിൽ 10 hours ഈ മൈക്കിലും പിന്നെ ബാക്കി 30 hours ഈ ചാർജിങ് കേസിലുമാണ് വരുന്നത്. പിന്നെ ഇതിൽ ടൈപ്പ് C ചാർജിങ് പോർട്ടാണ് വരുന്നത്. നമുക്കിപ്പോൾ കാണാൻ പറ്റും. അങ്ങനെ ചാർജ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ബാറ്ററി ഇൻഡിക്കേഷൻ എങ്ങനെയാണെന്നൊക്കെ. ഇപ്പോൾ ഞാൻ പ്ലഗ് ചെയ്ത് കാണിച്ചു തരാം. ഇതിലിപ്പോൾ 4 ഇൻഡിക്കേഷൻസ് വരുന്നുണ്ട്. 25, 50, 75, 100 ഇതാണ് കാണിച്ചേക്കുന്നത്. ഇത് ആപ്പിൽ നോക്കി നമുക്ക് അറിയാൻ പറ്റും. അല്ല ആപ്പ് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് നോക്കിയാലും മനസ്സിലാവും. പിന്നെ തുറന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് 2 ട്രാൻസ്മിറ്ററും വരുന്നുണ്ട്, ഒരു റിസീവറും വരുന്നുണ്ട്. ഒരു ട്രാൻസ്മിറ്റർ ഞാൻ ഇവിടെ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മളിപ്പോൾ ഈ ഔട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ട്രാൻസ്മിറ്റർ എടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു ബട്ടൺ സൈസ്ഡ് ആണ്. 2 രൂപ കോയിൻ്റെ അത്ര ഇതുള്ളൂ. അത് മാത്രമല്ല ഇതിൽ വെയിറ്റ് എന്ന് പറയുമ്പോൾ 9 grams മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് വെക്കുമ്പോൾ നമുക്ക് ഒരു ഇറിറ്റേഷനോ അല്ലെങ്കിൽ ഇവിടെ ഒരു സാധനം കിടക്കുന്നതായിട്ട് ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല. പിന്നെ ഇതിൻ്റെ ഒരു മാഗ്നറ്റിക് കണക്ഷൻ അതിനെ കൊണ്ട് തന്നെ നമുക്ക് എടുത്ത് ഇങ്ങനെ ചുമ്മാ പ്ലഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. ആൻഡ് ഇതൊരു 48 kHz ഓഡിയോ ഔട്ട്പുട്ട്, അതായത് 24 bits ഓഡിയോ ഔട്ട് കിട്ടുന്ന ഒരു മൈക്കാണ്. ഒമ്നി ഡയറക്ഷനിലാണ്. അതുകൊണ്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാലും 360 degree ഓഡിയോ നമുക്ക് ചുറ്റാകെ ഉള്ളത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ക്യാപ്ചർ ചെയ്ത് തരുന്ന ഒരു മൈക്കാണിത്. പിന്നെ ഈ മൈക്കിൽ 2 മോഡ് വരുന്നുണ്ട്. ഒരു നോർമൽ മോഡും ഉണ്ട്, നോയ്സ് ക്യാൻസലേഷൻ മോഡും ഉണ്ട്. നോർമൽ മോഡ് വരുമ്പോഴത്തേക്ക് നീല കളർ ലൈറ്റും നോയ്സ് ക്യാൻസലേഷൻ വരുമ്പോൾ പച്ച കളർ ലൈറ്റാണ് വരുന്നത്. ഇത് നമ്മുടെ ഡിഫറൻസ് അറിയാനായിട്ട് ഞാനൊരു ക്രൗഡ് അത്യാവശ്യം നോയ്സ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പോയി നിന്ന് സംസാരിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരുന്നവരെ ഞാൻ ബാക്കി ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോളിലൻഡ് ലാർക്ക് M2ൻ്റെ അത്യാവശ്യം നോയ്സി ആൻഡ് വിൻഡി ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സൗണ്ട് ക്വാളിറ്റി. അപ്പോൾ ഇതിപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ അല്ല, നോർമൽ മോഡാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ നോയ്സ് ക്യാൻസലേഷനോട് ആയി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി വരിക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ചേഞ്ച് ഉണ്ട് എന്നുള്ള കാര്യം. ഇത് ഒരു നോർമൽ നോയ്സ് ക്യാൻസലേഷൻ മോഡാണ്. വീക്ക്, സ്ട്രോങ് അങ്ങനത്തെ ഒരു പേര് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വീക്ക് മോഡാണ്, സ്ട്രോങ് മോഡ് പോലും അല്ല. അപ്പോൾ ഇത്രത്തോളം ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ വീഡിയോക്കകത്ത് ഞാൻ എങ്ങനെയാണ് പെട്ടെന്ന് നോയ്സ് ക്യാൻസലേഷൻ നോർമൽ മോഡും ടോഗിൾ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ തന്നെ ഒരു ബട്ടൺ ഉണ്ട്. ഈ സ്വിച്ച് മഞ്ഞ സ്വിച്ച് ഞെക്കുമ്പോഴത്തേക്ക് ഇത് കാണിച്ചു തരാം. ഇതിപ്പം നീലയാണ്, സ്വിച്ച് ഞെക്കിയാൽ പച്ചയാവും. നോയ്സ് ക്യാൻസലേഷൻ മോഡ് ഓൺ ആയി. ഞാനിപ്പം സംസാരിച്ചുകൊണ്ട് നോയ്സ് ക്യാൻസലേഷൻ മോഡിലാണ്. നിങ്ങൾക്ക് സൗണ്ടിലെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും. ഒന്നും കൂടെ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ നീലയായി, വിച്ച് ഈസ് നോർമൽ മോഡ്. അപ്പോൾ ഇതാണ് സൗണ്ട് തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ മൈക്കിനെ പറ്റി പറയാനുള്ളത്. പിന്നെ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് വരുന്നത് ക്യാമറ റിസീവറാണ്. ക്യാമറ റിസീവർ കണക്ട് ചെയ്യാനായിട്ട് ഇതിൽ തന്നെ ഒരു 3.5 mm TRS കേബിൾ കൊടുത്തിട്ടുണ്ട്. ആ കേബിൾ ഇതിലും ക്യാമറയിലും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഈ മൈക്ക് ക്യാമറയിൽ യൂസ് ചെയ്യാൻ പറ്റും. ക്യാമറയോട് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് മോഡ്സും കൂടുതലാണ്. നമുക്കിപ്പം മോണോ മോഡ്, സ്റ്റീരിയോ മോഡ്, അങ്ങനെ 2 മോഡ്സ് നമുക്ക് ഇതിൽ തന്നെ സ്വിച്ച് ഞെക്കി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ വോളിയം അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഈ നോബ് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം. എത്രത്തോളം വോളിയം എടുക്കണം, നമ്മുടെ സൗണ്ട് എത്രത്തോളം എടുക്കണമെന്നുള്ളത് ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ അഡ്ജസ്റ്റ് ചെയ്ത വോളിയം നമുക്ക് ഈ സ്വിച്ച് ഞെക്കി ലോക്ക് ചെയ്യാനും പറ്റും, ഈ സ്വിച്ച് ഞെക്കി അൺലോക്ക് ചെയ്യാനും പറ്റും. അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ മൈക്കിനകത്ത്, ഈ റിസീവറിനകത്ത്, ക്യാമറ റിസീവറിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഈ റിസീവർ ഇവിടെ ഇരിക്കില്ല, അപ്പോൾ എങ്ങനെ ഇതിൻ്റെ ഔട്ട് കിട്ടുന്നതെന്ന്. അതാണ് മെയിൻ സാധനം. ഇത് മൊബൈൽ റിസീവറാണ്. മൊബൈൽ റിസീവർ ഇത് ലൈറ്റ്നിങ് റിസീവറാണ് വരുന്നത്. ഇത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ എടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ തന്നെ ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്താൽ മാത്രം മതി. സുഖ പരിപാടിയാണ്. ഇത് ലൈറ്റ്നിങ് അതിനെ കൊണ്ട് പ്ലഗ് ചെയ്യാൻ പറ്റത്തില്ല. ടൈപ്പ് C ഓൾറെഡി ഞാൻ പ്ലഗ് ചെയ്തേക്കുകയാണ് അതിൽ. അപ്പോൾ ഈ റിസീവറിനെ പറ്റി പറയാനാണെങ്കിൽ ഇതിൽ നമുക്ക് 2 മോഡ്സ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺ വരുന്നുണ്ട്. അതായത് നേരത്തെ പറഞ്ഞ NC മോഡ് ആൻഡ് നോർമൽ മോഡ്, നോയ്സ് ക്യാൻസലേഷൻ മോഡിലോട്ടും നോർമൽ മോഡിലോട്ടും ചേഞ്ച് ചെയ്യാനുള്ള ഈ മഞ്ഞ സ്വിച്ച് ഇവിടെയും വരുന്നുണ്ട്. ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ലല്ലേ, സോറി. ഇത് പൊട്ടിച്ചിട്ട് കാണിച്ചു തരികയാണെങ്കിൽ ഇവിടെ ഒരു മഞ്ഞ സ്വിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ സ്വിച്ച് വെച്ച് നമുക്ക് ടോഗിൾ ചെയ്യാം. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഫോൺ ചാർജ് തീരുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്ലഗ് അഴിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ ഒരു ടൈപ്പ് C കണക്ടർ വരുന്നുണ്ട്. ഇത് വെച്ച് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനും പറ്റും ബൈപ്പാസ് ആയിട്ട്. അങ്ങനത്തെ ഫെസിലിറ്റീസ് എല്ലാം ഇതിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇത് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ 300 മീറ്ററാണ് റേഞ്ച് പറയുന്നത്. ബ്ലൂടൂത്ത് ഒന്നുമല്ല, നമ്മൾ ഇൻ്റർകോം കണക്ടിവിറ്റി ഇല്ലേ, അതേ സെയിം പരിപാടിയാണ് ഇതിലും വരുന്നത്. 300 മീറ്റർ റേഞ്ച് ഇത് വരുന്നുണ്ട്. നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടെസ്റ്റ് ചെയ്ത വീഡിയോ, അതിൻ്റെ ക്ലിപ്പ് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്യാം. നിങ്ങൾ കണ്ടിട്ട് വരിക.
അപ്പോൾ നമ്മൾ ആ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ 300 മീറ്ററിൻ്റെ റേഞ്ച് പറയുന്നത് 300 മീറ്റർ റേഞ്ചിൽ നമുക്ക് വോയിസ് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ കാണുന്ന വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് തോന്നും ഈ വീഡിയോയിൽ ഭയങ്കര അടുത്തുനിന്ന് സംസാരിക്കുന്നത്, പക്ഷേ അല്ല. ഈ വീഡിയോയിൽ നമ്മൾ ഇപ്പോൾ ഇത്രയും ദൂരത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 300 മീറ്റർ ഉണ്ടാകത്തില്ല, ഇതൊരു 100 മീറ്ററോളം ഉണ്ടാവും ഈ വീഡിയോയ്ക്കകത്ത് വരുന്നത്. പിന്നെ ഇതിലിപ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ തിരിഞ്ഞ് നിന്ന് സംസാരിച്ചാൽ പോലും ഈ ഒരു വോയിസിൽ ഒരു കട്ടോ ബ്രേക്കോ ഒന്നും വരത്തില്ല. നോർമലി മൈക്സിൽ റിസീവറിനും ഈ കണക്ടറും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് വന്ന് കഴിയുമ്പോഴത്തേക്ക് ട്രാൻസ്മിറ്റർ തമ്മിലുള്ള ഗ്യാപ്പ് വരുമ്പോഴത്തേക്ക് ഈ ഒരു ക്വാളിറ്റി ചിലപ്പോൾ തിരിയുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് മറിയുമ്പോഴോ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്, ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൽ അങ്ങനെയൊന്നുമില്ല, നേരെ തന്നെ നമുക്ക് കറക്റ്റ് കിട്ടുന്നതാണ്. പിന്നെ ഒരു കാര്യം വെച്ചാൽ 300 മീറ്റർ മൊത്തത്തിൽ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷേ എനിക്ക് ഏകദേശം ഒരു 100, 150, 200 മീറ്ററോളം വലിയ കുഴപ്പമില്ലാതെ ഞാൻ നോക്കിയിട്ട് എനിക്ക് വോയിസിന് ബ്രേക്കില്ലാതെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു 300 മീറ്ററുള്ള ഒരു ഓഡിയോ ടെസ്റ്റിംഗ്. 300 മീറ്ററൊന്നും പോയിട്ടില്ല, ഒരു 100 മീറ്റർ ചെയ്ത് നോക്കിയുള്ളൂ. എങ്കിൽ പോലും എനിക്ക് തിരിഞ്ഞ് നോക്കിയിട്ടും ഇവർ മാറി നിന്നിട്ടും അതായത് ട്രാൻസ്മിറ്റർ നോർമലി ഈ മൈക്ക് ട്രാൻസ്മിറ്ററിൻ്റെ ഈ ഒരു റേഞ്ചിലാണ് കറക്റ്റ് ക്വാളിറ്റി കിട്ടുന്നത്. അല്ല, ഇത് തിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഈ ക്വാളിറ്റി കിട്ടണമെന്നില്ല, കറക്റ്റായിട്ട് ഡ്രോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഡ്രോപ്പ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. അവർ 100-150 മീറ്റർ ചെയ്ത് നോക്കിയിട്ടും ഒരു ഡ്രോപ്പും കണ്ടിട്ടില്ലായിരുന്നു അതിനകത്ത്. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ആ ഒരു ടെസ്റ്റിങ്ങിനെ പറ്റി പറയാനുള്ളത്. ഇനി ഇതിൻ്റെ അടിയിലോട്ട് പോകാം, അൺബോക്സിങ്ങിൻ്റെ ബാക്കി. അത് നോക്കുമ്പോഴത്തെ അടിയിൽ നമുക്കൊരു ബാഗ് വരുന്നുണ്ട്. ഇത് അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള ഒരു സിന്തറ്റിക് ബാഗാണ്, ഡ്രോ സ്ട്രിപ്പ് ബാഗാണ്, ഇങ്ങനെ വലിച്ചു തുറക്കുന്ന ടൈപ്പ് ഒരു ബാഗാണ്. ഇതിൻ്റെ അകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഇത് ഡെഡ് കാറ്റ് വരുന്നുണ്ട്. ഡെഡ് കാറ്റിൻ്റെ പർപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് ചിലർക്ക് അറിയാമായിരിക്കും. അറിയാത്തവർക്ക് പറഞ്ഞുതരാം. ഈ വിൻഡി ആയിട്ട്, അതായത് കാറ്റ് നല്ല കടൽ പ്രദേശത്തൊക്കെ പോയി നിൽക്കുമ്പോഴത്തേക്ക് ഈ കാറ്റ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പം എത്രത്തോളം നോയ്സ് ക്യാൻസലേഷൻ ഓണാക്കി വെച്ചെന്ന് പറഞ്ഞാലും ചെറിയ തോതിൽ കാറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് ഈ കടൽ പ്രദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ. അത് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് സുഖമായിട്ട് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിൻഡ് എയർ നോയ്സ് ഫുള്ളിയും കട്ട് ചെയ്ത് കിട്ടും നമുക്ക്. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. അതൊരു പെയറുണ്ട്. അപ്പോൾ അടുത്തായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു TRS കേബിൾ വരുന്നുണ്ട്. 3.5mm to 3.5mm കേബിളാണ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയിലോട്ട് റിസീവർ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കേബിളാണത്. അതായത് നമ്മൾ ക്യാമറ വെച്ച് അതിൻ്റെ മണ്ടേ റിസീവർ വെച്ച് കഴിഞ്ഞാൽ ഈ 3.5 to 3.5 കണക്ട് ചെയ്താൽ സുഖമായിട്ട് നമുക്ക് ഈ ഓഡിയോ ക്വാളിറ്റി ക്യാമറയിൽ കിട്ടും. അതിന് വേണ്ടിയാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു Type A to Type C കേബിൾ വരുന്നുണ്ട്. ഇതൊരു നോർമൽ ലെങ്ത് ഉള്ള ഒരു ചാർജിങ് കേബിൾ എങ്ങനെയാണോ ആ ഒരു ലെങ്ത്ത് വരും. തുറന്ന് കാണിക്കാനാണെങ്കിൽ ഇത് തന്നെ ഒരു സ്റ്റിക്കറൊക്കെ അറ്റാച്ച് വെച്ചിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് സുഖമായിട്ട് അഴിച്ചിട്ട് ഇങ്ങനെ തുറന്ന് കാണിക്കാൻ പറ്റും. ഇതിൻ്റെ പർപ്പസ് ചാർജ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്, വേറെ ഒന്നുമില്ല. അത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഈ ബാഗിനകത്ത് വേറെ ഒരു മൈക്കിൻ്റെ കമ്പനിയിലും തരാത്ത ഒരു സാധനം ഞാൻ കണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെയർ ഓഫ് നെക്ലസ് ഇരിപ്പുണ്ട് ഇതിനകത്ത്. ഈ നെക്ലസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് നമുക്ക് സുഖമായിട്ട് ഇപ്പം നമ്മൾ ഷർട്ടിൽ അല്ലെങ്കിൽ ക്ലിപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ക്ലിപ്പ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതെടുത്ത് നമ്മളിങ്ങനെ കഴുത്തേ കൂടി ഇട്ടിട്ട് നമുക്ക് സുഖമായിട്ട് ഇതിനൊരു മാഗ്നറ്റ് ഉണ്ട്. ഈ മാഗ്നറ്റ് വഴി നമുക്ക് ഈ മൈക്കിനെ കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇതിപ്പം റിമൂവ് ചെയ്തെടുക്കുക ആൻഡ് ഇതിങ്ങനെ കണക്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ. സുഖമായിട്ട് നമുക്ക് ഈ പരിപാടി ഇങ്ങനെ അങ്ങ് തൂക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു ജിം റാറ്റാണ്, ജിം വീഡിയോസൊക്കെ ചെയ്യുന്നവരാണ്, ഷർട്ട് ഇടാൻ താല്പര്യമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. അതിനൊക്കെ ആയിട്ടാണ് ഈ ഒരു സാധനം കൊടുത്തേക്കുന്നത്. അപ്പം അത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഈ ബാഗിനകത്തുണ്ടായിരുന്ന പരിപാടികൾ. ഇതിൻ്റെ ഫൈനൽ വേർഡിക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഔട്ട്ഡോർ നിൽക്കുമ്പോൾ ഒരു സ്റ്റുഡിയോ ഓഡിയോ ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതിനിപ്പം 2 മോഡൽ വരുന്നുണ്ട്. റേറ്റ് പറയാനാണെങ്കിൽ ഇതിപ്പോൾ ക്യാമറ റിസീവർ മോഡലാണ്. ക്യാമറ റിസീവർ ഉള്ളൊരു മോഡലും ഉണ്ട്, മൊബൈൽ റിസീവർ ഉള്ളൊരു മോഡലും ഉണ്ട്. ഈ ക്യാമറ റിസീവർ ഉള്ള മോഡൽ വരുമ്പോഴത്തേക്ക് 17,750 രൂപയാണ് ഇപ്പോഴത്തെ ആമസോൺ പ്രൈസ്. ആൻഡ് മൊബൈൽ റിസീവർ ഉള്ള മോഡൽ നോക്കുമ്പോഴത്തേക്ക് അതിന് 9,980 രൂപയുള്ള 9,890 രൂപ, സോറി പറഞ്ഞ മാറിപ്പോയി, 9,890 രൂപയാണ് ആമസോണിൽ ഈ മൊബൈൽ റിസീവറുള്ള മോഡൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. മൊബൈൽ റിസീവറുള്ള മോഡലാണോ അതോ ക്യാമറ റിസീവറുള്ള മോഡലാണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ ഹോളിലൻ ലാർക്ക് M2നെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെയും ഓക്കെ, ബൈ, ഹാവ് എ ഗ്രേറ്റ് ഡേ.